ഹായ് ഗായ്സ്, നമ്മളിന്ന് അബുദാബിയിലെ ബാബ്സ് മന്ദിറിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വിസിറ്റ് ചെയ്ത്. നമ്മൾ ഓൺലൈനിൽ ഒരു ഫ്രീ ഓഫ് രജിസ്ട്രേഷൻ ഉണ്ട് ഇതിലേക്കുള്ളത്. അത് കട്ടുമ്പോൾ അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു QR കോഡ് കിട്ടും. ആ QR കോഡ് ഇവിടെ എൻട്രൻസിൽ കാണിക്കുമ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇതാണ് എൻട്രൻസ് ഏരിയ, സ്ക്രീനിങ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ചിങ്ങനെ വാക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അമ്പലത്തിലെത്തുന്നതിന് മുന്നേ ആയിട്ട് അവിടെ കുറച്ച് നേരം നമ്മളൊരു ഡേ ടൈമിലാണ്, ഈവനിങ് ടൈമിലാണ്, പക്ഷേ ഡേയും ഈവനിങ്ങും കവർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ക്ലിനിക്ക് ഉണ്ട്. അതിനപ്പുറത്തായിട്ട് ഒരു ഫെയറി ടെയിലിൻ്റെ ഒരു ഷോ ആണെന്ന് തോന്നുന്നു, നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല. അവിടെ അങ്ങനെ കണ്ടിരുന്നു സൈഡിലത്, ഇവിടെ ഫെയറി ടെയിൽ കണ്ടു. പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഗൈഡഡ് ടൂർ ഓപ്ഷൻസ് ഉണ്ട്, അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ ഗൈഡ്സിനെ വേണമെങ്കിൽ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ. അതിന് എക്സ്ട്രാ പേ ചെയ്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നാട്ടിൽ നമ്മൾ പ്രസാദം തരില്ലേ, അതുപോലെ ഇവിടെ ഒരു പ്രസാദ കൗണ്ടർ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വീറ്റ് ആണെന്ന് വിചാരിച്ചു, പക്ഷെ ഒരു പ്ലെയിൻ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ കഴിച്ചുള്ളൂ. അവർ കുറേ തന്നു ആ ബൗൾ കംപ്ലീറ്റ്, പക്ഷെ നമ്മൾ ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല, എല്ലാവരും മേടിച്ചു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് അങ്ങനെ നടക്കണം അങ്ങോട്ട്. അവിടെ നടക്കുമ്പോൾ നമ്മൾ നാട്ടിൽ നമ്മൾ പുണ്യനദികളുടെ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, ഗംഗ, യമുന, ബ്രഹ്മപുത്ര എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല, ഞാൻ അവിടെ ഒരു ഗൈഡ് പറയണത് കേട്ടതാണ്. അപ്പോൾ ആ വെള്ളം അവരത് റെപ്രസെൻറ്റ് ചെയ്തിട്ട് 3 ഇങ്ങനെ നദികൾ അവിടെ നിന്ന് ഒഴുകി വരുന്നു എന്നുള്ള കോൺസെപ്റ്റിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണത്. ആ വെള്ളം ഒഴുകി വന്നിട്ട് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഒഴുകണം, അതാണ് കോൺസെപ്റ്റ് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിരുന്നു. ഇതാണിത്, ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ടിങ് പോയിൻ്റ്. ആ 3 സ്റ്റോൺ പോലത്തെ കണ്ടിട്ടില്ലേ, ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഒഴുകുന്നുണ്ട്, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി കാണുന്നതാണ് എൻട്രൻസ്, നമ്മുടെ അമ്പലത്തിൻ്റെ മെയിൻ ഫ്രണ്ട് ഏരിയ ഇതാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും സൺസെറ്റിൻ്റെ ടൈമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആയിരുന്നു അത് കാരണം. പിന്നെ നമുക്ക് ഷൂസും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അതുപോലെ മറ്റേ വാഷ്റൂമും ഒക്കെ ആയിട്ട് കൈകാല് കഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, ബുദ്ധിമുട്ടൊന്നുമില്ല, നടന്ന് കയറാവുന്നതേ ഉള്ളൂ. കുറച്ച് സ്റ്റെപ്സ്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കയറി ചെല്ലുക. ബെസ്റ്റ് പ്ലേസ് എൻ്റെ അഭിപ്രായത്തിൽ ഈവനിങ് ടൈമാണ്. അപ്പോൾ നമുക്ക് ഡേയിലെ ഒരു ഭംഗിയും കാണാം, സന്ധ്യയ്ക്ക് എല്ലാ ലൈറ്റ്സ് ഓൺ ചെയ്തിട്ട് അത് വേറൊരു ഭംഗിയാണ്. അപ്പോൾ അതും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മെയിൻ പ്രതിഷ്ഠയുടെ അവിടേക്ക് നമുക്കിത് ക്യാമറ അലൗഡ് അല്ല. ഇതാണ് മെയിൻ പ്രതിഷ്ഠ, അവിടെയാണുള്ളത്. അത് കൂടെ പോയിട്ട് പിന്നെ അതിൻ്റെ സൈഡിലും കുറേ ഇങ്ങനെ കുഞ്ഞു അമ്പലത്തിൻ്റെ ഒരു മോഡലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കൊത്തുപണികൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയുള്ള കൊത്തുപണികളാണ്. നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്കിത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നൊരു പിടി കിട്ടാത്ത അവസ്ഥ. പിന്നെ ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ, മറ്റേ നമുക്ക് ഫോട്ടോസിനൊക്കെ ബെസ്റ്റ് ഫ്രെയിമാണ്, രക്ഷയില്ലാത്ത ഫ്രെയിമുകളാണ്. ഈ സ്റ്റാച്യൂസിൻ്റെ അവിടെയൊക്കെ ഈവനിങ്ങിൽ ലൈറ്റ്സും കൂടി വയ്ക്കുമ്പോൾ വേറെ ലെവൽ ഭംഗിയാണ്. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീഡിയോസ് എടുത്തു. പിന്നെ ഇതാണ് ഈ നദികൾ ഒഴുകി വരുന്ന ഭാഗങ്ങളാണ്. അവിടെ ഞങ്ങൾ ചെന്ന അന്ന് ഒരു ഗംഗാ ആരതി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ ലോട്ടസ് നമുക്ക് കിട്ടും. ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അപ്പോൾ ആ ലോട്ടസ് അവർ പറയുന്ന സമയത്ത് ലൈറ്റ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ വെച്ച് കൊടുക്കുക പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ അവർ റിച്വൽസും പ്രാർത്ഥന അങ്ങനെ പ്രേയേഴ്സും അതുപോലെ പാട്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. എന്നിട്ട് ഇതേ കണ്ട അങ്ങനെ ആരതി ഒഴിഞ്ഞ് അങ്ങനെ വലിയ ആരതികളും ഉണ്ട്. നമ്മൾ ലോട്ടസിൻ്റെ 5 dirhams ആണെന്ന് തോന്നുന്നു പെർ ഒരു പീസിന്. അപ്പോൾ അത് വെക്കുക. ഇതിന് ഇത്രയും